ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളൊക്കെ തന്നെ ആദ്യമായി ചോദിച്ച കാര്യങ്ങളിലൊന്ന് തെരുവുനായി പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ജനുവരി 30 മുൻപ് ആദ്യഘട്ട നടപടികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 26 ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും സെക്രട്ടറിയും ഇവിടുത്തെ സീനിയർ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട്, അതായത് അനിമൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, അനിമൽ വെൽഫെയർ ബോർഡ്, അതോടൊപ്പം തന്നെ തെരുവ് നായ്ക്കളെയൊക്കെ തന്നെ വർഷങ്ങളായി സംരക്ഷിക്കാൻ താല്പര്യമുള്ള സംഘടനകൾ, ഇവരുടെയൊക്കെ തന്നെ ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ വച്ച് നടത്തിയ സുദീർഘമായ ചർച്ച, 2 മണിക്കൂർ നീണ്ടുന്ന യോഗത്തിൽ വെച്ച് നടത്തിയ സുദീർഘമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ABC കഴിഞ്ഞ നായ്ക്കളെ കൃത്യമായിട്ട് പരിപാലിക്കുവാൻ സാധിക്കുന്ന ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ ഐഡൻറ്റിഫൈയും ചെയ്തിരുന്നു. ആ ഐഡൻറ്റിഫൈ ചെയ്ത ഷെൽട്ടറുകൾക്ക് അന്ന് നടന്ന മീറ്റിങ്ങിൽ ചില അനിമൽ വെൽഫെയർ ബോർഡിൻ്റെയൊക്കെ തന്നെ നിബന്ധനകൾ വെച്ചുകൊണ്ട് ചില കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. അടുത്ത ദിവസം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, ബോർഡിൻ്റെ ചുമതലയുള്ളവർ, ഡോക്ടർ ഉൾപ്പെടെ ഈ ഷെൽട്ടറുകൾ പോയി സന്ദർശിക്കുകയും അവർ വിലയിരുത്തി തൃപ്തികരമായ മറുപടി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഭാഗം നടപടികൾ ആരംഭിച്ചു. അപ്പോൾ വളരെ സന്തോഷത്തോടെ നിങ്ങളോട് പറയുവാനുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ 20-ാം തീയതി മുതൽ കോടതി പറഞ്ഞതനുസരിച്ച് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ പിടിക്കുകയും അതിനെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നടപടികൾ ABC ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞ ദിവസമായപ്പോൾ, ഇന്നലെ ആയപ്പോഴേക്കും 50 നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ ആയപ്പോഴേക്കും മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യ ഘട്ടം എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ 50 നായ്ക്കളെ ഇന്നലെ കൊണ്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തത്, ഇപ്പോൾ അതിൽ നായ്ക്കളെ പിടിച്ചിരിക്കുന്നത് പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ച 9 നായ്ക്കളുണ്ട്, ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് 5, മെഡിക്കൽ കോളേജിൽ നിന്ന് 3, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഭാഗത്തു നിന്ന് 2 എണ്ണം, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 11, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3, കരിക്കകം ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തുള്ള ഹൈവേയിൽ നിന്നും 1, വട്ടിയൂർക്കാവ് പോളിടെക്നിക്കൽ ഭാഗത്തുനിന്ന് 4 എണ്ണം, വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് 5, ശ്രീകാര്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 4, കഴക്കൂട്ടം ഹൈവേ സൈഡിൽ നിന്ന് 3 എണ്ണം. അങ്ങനെ പിടിച്ച 50 എണ്ണത്തിനെയാണ് ഇപ്പോൾ ഷെൽട്ടറിലേക്ക് മാറ്റിയിരിക്കുന്നത്. അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിനെ പിടിച്ചതിന് ശേഷം ആദ്യം ചെയ്തത്, നമ്മുടെ വണ്ടിത്തളത്തുള്ള ABC സെൻറ്ററിൽ കൊണ്ടുവന്ന് അനിമൽ ബർത്ത് കൺട്രോൾ നടത്തി മതിയായ ദിവസം വിശ്രമം കൊടുത്തു. അതിനുശേഷം ടിക് ഫീവറിൻ്റെ മരുന്ന്, അതായത് ഈ തെരുവിൽ നിന്ന് പിടിക്കുമ്പോൾ മിക്കതിനും ചെള്ളിൻ്റെ അസുഖം ഉണ്ടാകും. അപ്പോൾ അതിനെ ഷെൽട്ടറിൽ കൊണ്ടുവന്നാൽ അവിടെയുള്ള ബാക്കി ഉള്ള നായ്ക്കൾക്കും പിടിച്ചിട്ട് ഇത് മരണപ്പെടുമെന്നുള്ള അവസ്ഥയുള്ളതുകൊണ്ട് നമ്മൾ ഒരാഴ്ച മുമ്പ് ഷെൽട്ടറിലേക്ക് മാറ്റുന്ന ഒരാഴ്ച മുമ്പ് തന്നെ ടിക് ഫീവറിൻ്റെ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആൻറ്റി റാബിസ് മെഡിസിൻ കൊടുത്തു. പിന്നീട് ഈ തെരുവിൽ നിന്നും കിട്ടുന്നതായതുകൊണ്ട് അവിടെ ഷെൽട്ടറിലെ ഭക്ഷണം കെനിയൻ ക്രീക്കാണ്, ഏറ്റവും നല്ല പെറ്റ് ഫുഡിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി പുലർത്തുന്ന ഒന്നാണ്. ഈ കെനിയൻ ക്രീക്ക് കൊടുത്ത് ശീലിപ്പിച്ചു. അതിനുശേഷമാണ് വേറെ വാക്സിനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഷെൽട്ടർ ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് ത്രോംബോഫിറ്റ് വാക്സിൻ ഉണ്ട്, അതിന് കൊടുക്കാനായിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഇത് 20 ദിവസം ഈ ത്രോംബോഫിറ്റ് തുടർച്ചയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ കൂടാൻ വേണ്ടിയിട്ട്, അയണിൻ്റെ അംശമൊക്കെ കൂടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡോഗ്സിനെയും ഡീവോം ചെയ്തിട്ടുണ്ട്. വിരയുടെ അസുഖം പലതിനുമുള്ളത്, കുഞ്ഞുങ്ങൾക്കൊക്കെ വീർത്തൊക്കെ ഇരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ഡീവോം ചെയ്യാനുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തതിന് ശേഷമാണ് ഇതിനെ ഇന്നലെ കൊണ്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു പൈലറ്റ് പ്രോജക്റ്റാണ്. ഇതിൻ്റെ തുടർ നടപടികൾ വരാൻ പോകുന്ന ദിവസങ്ങളുണ്ടാകും.